ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ കുട്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടേക്കല്ല, കുട്ടികളായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഈദിന് എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോവാം കുട്ടികളായിട്ടെന്ന്. അപ്പോൾ ഇതെൻ്റെ കസിൻസാട്ടോ. അപ്പോൾ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ നാത്തൂനും ആങ്ങളേൻ്റെ വൈഫും കുട്ടികളും പിന്നെ എൻ്റെ കസിൻസും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കർമ്മ റോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ എല്ലാവരും നല്ല ഹാപ്പിയിലാട്ടോ. അങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇപ്പം അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപ്പാനെ അങ്ങോട്ട് കിട്ടിയാൽ മതി, പുറത്ത് പോവുക എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിലിരുത്തൂല. വെക്കേഷൻ ഉണ്ടെന്ന് ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എവിടേക്കെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ബ്രദറിൻ്റെ മോനാണ്, ആളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ ഇത് ആ കർമ്മ റോട്ടിൽ നമുക്ക് എത്ര തന്നെ വന്നു കഴിഞ്ഞാലും ഒരു മടുപ്പും ഉണ്ടാവില്ലേ. നമുക്ക് എപ്പോഴും വരാൻ തോന്നുന്നൊരു പ്ലേസാണ് കർമ്മ റോഡ്, ചമ്രവട്ടത്തുള്ള. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് പുഴയിൽ, കാരണം നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ കാണാനും നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റാണ്, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ കിട്ടിക്കോളും. അതാ അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ പുഴയിൽ ഇങ്ങനെ കുറേ ആളുകളിങ്ങനെ ഇറങ്ങി നിൽക്കുന്നതും ഒക്കെ നല്ലൊരു ഏരിയ കണ്ട്. അപ്പോൾ അതാ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഞങ്ങളും അങ്ങോട്ടേക്ക് ഒന്നിങ്ങനെ നടന്ന് നോക്കുകയാണ്. അപ്പോൾ അത് രണ്ട് കുട്ടികൾ ഇങ്ങനെ പുഴയിൽ കുളിക്കുന്നു. പിന്നെ അവിടെ എന്തോ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ ഷൂട്ടിംഗ് എന്തോ ഉണ്ട് തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന്, ഇവിടെ ആളുകൾക്ക് എല്ലാത്തിനും പറ്റിയ നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ്. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് വെള്ളം കണ്ടിട്ട് അവിടെ കരയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളെ വെള്ളത്തിലേക്ക് ഇറക്കി സമ്മതം കൊടുക്കാത്തൊറ്റ ഇതേ ഉള്ളൂ. അങ്ങനെ ഇതാ ഉപ്പയും അവരെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് ഒരു കക്കന് അതേപോലെ ഈ എരുന്ത് പോലത്തെ ഒരു സാധനം, അങ്ങനെ അത് അവിടെ വാരുന്നുണ്ട് കേട്ടോ ഈ കുട്ടികൾ. അപ്പോൾ അതുപോലെ ഇവരും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, തപ്പി നോക്കുകയാണ് ഇങ്ങനെ കക്കനുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ എല്ലാവരും അങ്ങോട്ട് ഞമ്മ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. കാരണം പോകുന്ന വഴിയിലൊക്കെ നല്ല ചളി കേട്ടോ, മഴ പെയ്തിട്ട്. അപ്പോൾ അതാ നല്ല എന്താ പറയുക, ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കും ഓരോരോ സ്ഥലം ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ആകാശത്തേക്കൊന്ന് നോക്കിയതാട്ടോ, ഭയങ്കര മഴക്കാറ്. നല്ല രസമുണ്ടായിരുന്നു ഈ സമയത്ത് ആകാശം കാണാൻ തന്നെ. ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴക്കാറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നാകെ നനഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന മുന്നായിട്ട് തന്നെ വണ്ടി നിർത്തിയിട്ട ഭാഗത്തേക്ക് പോകാം കേട്ടോ. ആ വണ്ടിയിൽ കയറി ഇങ്ങനെ ഈ റൂട്ടിലൂടെ തന്നെ പോകാൻ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം, ഓരോരോ സ്പോട്ടിൽ ഇങ്ങനെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഐസ്ക്രീമൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, കാരണം തണുപ്പല്ലേ. അപ്പോൾ അതാ പോകുന്ന വഴിയിൽ നമ്മളെ ഈ പൊട്ടാറ്റോ ചിപ്സിൻ്റെ ഒരു ഇത് കണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികൾക്ക്. അവരെവിടെ പോയാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അവിടുന്ന് അങ്ങനെ വെറുതെ പുഴയിലേക്ക് നോക്കിയപ്പോൾ ഒരു ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ബോട്ട് യാത്രയും കൂടി ഉണ്ട്. കുറച്ച് ഒരു മണിക്കൂറിൻ്റെയൊക്കെ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കയറിയിട്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾ പോവാറുണ്ട്, പക്ഷെ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ അതാ അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല കാറ്റാട്ടോ, ഭയങ്കര കാറ്റ്. കാരണം ഈ മഴക്കാറും ഇതൊക്കെ കൊണ്ടായിരിക്കാം, പക്ഷെ ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊന്നാനി മെയിൻ മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ പോരുന്ന വഴിയിൽ ഈ പാലത്തിൻ്റെ സൈഡിലൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ അഴിമുഖം ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടാ. അപ്പോൾ നല്ലൊരു വ്യൂ, ബോട്ടുകളൊക്കെ കണ്ട ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ട്. കാരണം ഈ ഒരു ഇത് സമയം അത്ര ഇരുട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ മഴക്കാറ് കൊണ്ട് നല്ല ഒരു വൈബുള്ളൊരു ഇത് കേട്ടോ. അങ്ങനെ ദാ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ കുട്ടികൾ പാട്ടിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുക കേട്ടോ വണ്ടിയിൽ. അപ്പോഴാണ് അവർ ഇതിലിങ്ങനെ പോകുന്ന വഴിയിൽ അവരെ കണ്ണിൽ പെട്ടത് ഈ സ്മോച്ചോ എന്ന് പറയുന്ന കട കേട്ടോ. അതിൽ ഭയങ്കരമായിട്ട് നല്ല ഐസ്ക്രീംസിൻ്റെ പല പല വെറൈറ്റി കേക്കിലുള്ള ബ്രൗണി അങ്ങനത്തെ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറഞ്ഞ കേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം, അപ്പോൾ അവൾ ഇതൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ ഇതാ എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ഒന്നും തന്നെ എല്ലാവരും കൂടി കഴിച്ചു, കാരണം അത്രയും മധുരം ചോക്ലേറ്റിൻ്റെ. അപ്പോൾ കുട്ടികളൊക്കെ ബാക്കിയാക്കി, കാരണം ഓരോന്ന് തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക്, രണ്ടാൾക്കാർക്ക് എന്തായാലും കുട്ടികൾക്ക് കഴിക്കാം. പക്ഷെ ഭയങ്കര മധുരമായതിനെ കൊണ്ട് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ.
പിന്നെ ദാ നല്ല മഴ പെയ്തിട്ടോ ഞങ്ങളതൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.